सदाशिवसमारम्भां शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। स्वामी शरणमय्यप्प। ओम नमो नारायणाय। विनोद महोदयः उक्तवान् अहं संस्कृतेनैव वदिष्यामि। किन्तु अहं चिन्तयामि सर्वेषां कृते अहं किञ्चित् मलयाळभाषायां किञ्चित् आङ्ग्लभाषायाम् अस्माकं मुख्यातिथिः महोदयः मलयाळं पूर्णं न जानाति, अतः तस्याः कृते किञ्चित् आङ्ग्लभाषायां तदनन्तरं संस्कृतभाषायाम् अतः मिश्रणं कृत्वा वदिष्यामि। मम किञ्चित् ध्वनिसमस्या अस्ति, क्षम्यताम्। നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കുട്ടികളുടെ രണ്ടാമത്തെ പാരായണ മത്സരമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ കോവായി അമ്പലത്തിൽ ഗ്രൂപ്പ് മത്സരം നടത്തി. ഇത് അതിന്റെ സക്സസ് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളെ ഒരുമിച്ച് പങ്കെടുപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പലരും പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിനെ ഒരു ഇൻഡിവിജ്വൽ മത്സരമാക്കി കൊല്ലം നമ്മൾ പരീക്ഷിക്കുകയാണ്. ഇതുപോലെ തന്നെ മുതിർന്നവർക്ക് വേണ്ടി കേരളീയ ക്ഷേത്ര പരിപാലന സമിതി 8 പ്രാവശ്യം 8 പതിപ്പുകൾക്ക് വേണ്ടി മുതിർന്നവർക്ക് വേണ്ടിയുള്ള നാരായണീയ പാരായണ മത്സരം നമ്മൾ മിനി ശബരിമലയിലാണ് ഇതിനു മുമ്പ് എല്ലാം നടത്തി വന്നിട്ടുള്ളത്. സുൽജിമ പറഞ്ഞു, ബേലാപ്പൂര്, പിന്നെ മറ്റേ ബാംഗ്ലൂർ നഗർ, പനുവേര്, കല്യാൺ, അവിടെ നിന്നുള്ളൊക്കെ എല്ലാം നമ്മുടെ കേരളീയ ക്ഷേത്ര പരിപാലന സമിതിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മന്ദിരങ്ങളും they are all showing interest to conduct our programs there, so we will definitely do that. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ശ്രീകൃഷ്ണ ഡിവോട്ടീസ്, അതുകൂടാതെ കൊച്ചു മക്കള് participating in the program today, more than 75 of them. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സദസ്യങ്ങളും എല്ലാവരും, പ്രത്യേകിച്ച് മെരൂർ അമ്പലത്തിന്റെ ട്രസ്റ്റീസ് ആൻഡ് കമ്മിറ്റി മെമ്പർ, ഇവിടെ വേദിയിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും സ്വാഗതം. ഞാൻ കുറച്ച് just speak for 5 minutes about some very important things, which is what I thought I should explain to you today in the limited time that I have. I was just speaking to the chief guest some time back. Every civilization or നമ്മുടെ സംസ്കാരം is one generation away from extinction. ഒരു ജനറേഷനിൽ നഷ്ടപ്പെടാവുന്നതേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുടുംബ സിസ്റ്റം ഇല്ല, ഫാമിലി സിസ്റ്റം ഇസ് ഡിസപ്പിയറിംഗ്. നമ്മുടെ അടുത്ത കാലത്ത് നമ്മുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. അവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ കയ്യിൽ ആംസും കമ്മ്യൂണേഷനും എടുത്ത് അവിടുത്തെ സർക്കാരിനെതിരെ ഉപരോധം ചെയ്ത് അവിടുത്തെ പ്രധാനമന്ത്രിക്ക് തന്നെ അവിടുന്ന് പലായനം ചെയ്യുന്ന അവസ്ഥയാണ് നമ്മുടെ അടുത്തുള്ള ബംഗ്ലാദേശിൽ. അപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ വളർത്തി കഴിഞ്ഞു അവിടെ കുട്ടികളുടെ എന്താ പറയുക പ്രതിരോധവും അവരുടെ പ്രക്ഷോഭം കാരണമാണ് അവിടുത്തെ പ്രധാനമന്ത്രിക്ക് അവിടെ രാജിവെക്കുന്നത് വന്നത്. സോ ദാറ്റ് ഇസ് നോട്ട് ദ വേ ടു ബ്രിങ് അപ്പ് ചിൽഡ്രൻ. അപ്പൊ നമ്മൾ എങ്ങനെ കുട്ടികളെ വളർത്തണം? ദാറ്റ് ഇസ് ദ വെരി വെരി ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ. അപ്പൊ അതിനായിട്ട് അതിന്റെ 5 റൂൾസ് ഉണ്ട്, 5 പഞ്ചനിയമമാണ്. കുടുംബ പ്രബോധനം. ബിക്കോസ് നമ്മുടെ കുടുംബം നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് അത് നല്ലതാണ്. ഫ്രം ദ സൊസൈറ്റി ഗോസ് ടു ദ കൺട്രി ആൻഡ് ദെൻ ദെർ വിൽ ബി വേൾഡ് പീസ്. അപ്പൊ 5 കാര്യങ്ങളാണ് ഓരോരുത്തരും കുടുംബ പ്രബോധനം. 2 ദിവസം മുമ്പ് ബാലബോധത്തിന്റെയും ഭാരത് ഭാരതിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അവിടെയും ഇത് പറയുകയുണ്ടായി. ഐ ജസ്റ്റ് റീഐറ്ററേറ്റിംഗ് ദിസ് ഹോൾ തിങ് ബിക്കോസ് ഇവിടെ വന്ന പലരും ആദ്യം പങ്കെടുത്തിട്ടില്ല. അപ്പൊ ദേ ഷുഡ് ബി നോയിങ് അബൌട്ട് വാട്ട് ദിസ് കുടുംബ പ്രബോധനം ഇസ് ഓൾ അബൌട്ട്. അപ്പൊ നമ്മൾ 5 കാര്യങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഇറ്റ് ഷുഡ് ബി പാർട്ട് ഓഫ് അവർ DNA, അവർ കൾച്ചർ, അവർ ഡെയിലി ലൈഫ്. എന്താണ് ഈ 5 കാര്യങ്ങൾ? പ്രഥമം ഭാഷ, അല്ലെ? നമ്മുടെ വീടുകളിൽ നമ്മുടെ മാതൃഭാഷ, അത് മലയാളമായാലും ശരി, തമിഴായാലും ശരി, കന്നഡയായാലും ശരി, ഹിന്ദി ആയാലും ശരി, ബംഗാളി ആയാലും ശരി, നമ്മൾ നമ്മുടെ മാതൃഭാഷയിൽ സംസാരിക്കണം. ഇവിടെ വന്നിരിക്കുന്നത് ഭൂരിപക്ഷവും മലയാളികളാണ്, പക്ഷെ തമിഴ് സ്പീക്കിംഗ് ഫാമിലി. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ തുടങ്ങണം സംസ്കാരത്തിന്റെ ആദ്യ കിൻഡ്ലിംഗ് ഓഫ് ദാറ്റ് ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം അവർ ഹോം. ആദ്യം ഭാഷ. ഭാഷയെ പറ്റി പറയുമ്പോൾ ആദ്യം സംസ്കൃതം സംസ്കൃതമേവ അസ്മാകം സർവാസു പല ഭാഷാസു മാതൃരൂപേണ സംസ്കൃതമേവ തിഷ്ഠതി. സംസ്കൃതമാണ് എല്ലാ ഭാരതീയ ഭാഷകളുടെ മാത്രമല്ല 36 ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ്, ഇറ്റാലിയൻ, ജർമ്മൻ, ഫ്രഞ്ച്, സ്പാനിഷ്, ഇതെല്ലാം സംസ്കൃതം മൂലമുള്ളതാണ്. അപ്പൊ സംസ്കൃതവും പഠിക്കാം. നാരായണീയ സ്കൂളുകളിൽ 14ാം നൂറ്റാണ്ടില് സന്ധി സമാസ പ്രയോഗങ്ങൾ ഉപയോഗിച്ച് മേൽപ്പത്തൂർ നാരായണ ഭഗവതി നമുക്ക് സമ്മാനിച്ചിട്ടുള്ള
ഭാഗവത രസം പാരായണം അത് എഴുതിയിരിക്കുന്ന ഭാഷ ഏതാ? In which language is it written? So it is our bounden duty to learn the language along with our mother tongue. English we will anyway learn. സ്കൂളിലും കോളേജിലൊക്കെ ഇംഗ്ലീഷിൽ ആവശ്യമുണ്ട്. ഇംഗ്ലീഷ് റിക്വയർഡ് ലിങ്ക് ലാംഗ്വേജ് ടു എക്സ്റ്റേണൽ വേൾഡ്. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം. പക്ഷെ നമ്മുടെ ചിന്തന മുഴുവൻ ഭാരതീയ ഭാഷയിലായി. നാളെ ശ്രാവണ പൂർണ്ണിമയാണ്. ഓഗസ്റ്റ് 19 ശ്രാവണ പൂർണ്ണിമ ഈ വിശ്വ സംസ്കൃത ദിനം. അപ്പൊ ഈ വിശ്വ സംസ്കൃത ദിനത്തിൽ നമ്മൾ സംസ്കൃതം പഠനം ആവശ്യം. പലരും ഇവിടെ ഓൾറെഡി കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ സമ്പർക്കത്തിൽ വന്ന് സംസ്കൃതം പഠിച്ചു തുടങ്ങി. പല അമ്മമാരെയും ചേച്ചിമാരെയും ഞങ്ങൾ കണ്ടു, അനിയന്മാരെയും കണ്ടു. സംസ്കൃതം പഠിക്കണമെന്നില്ല വളരെ സന്തോഷമായിരുന്നു. ഒരു സംസ്കൃതം പഠിക്കണം, നമ്മുടെ ഭാഷയാണത്. നമ്മളതിനെ പ്രിസർവ് ചെയ്യണം. നമ്മളതിനെ പ്രിസർവ് ചെയ്തില്ലെങ്കിൽ ഇന്ന് സായിപ്പ് വെസ്റ്റേൺ വേൾഡില് സംസ്കൃതത്തിനെക്കാട്ടും ഭാരതത്തെക്കാട്ടും കൂടുതൽ അവിടുത്തെ റിസർച്ച് സംസ്കൃതത്തെ റിസർച്ച് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ആദ്യം പഠിക്കണം. നെക്സ്റ്റ് വൺ ഇസ് ഭൂഷണം. നമ്മള് സ്കൂളിൽ പോകുമ്പോൾ കോട്ടും സൂട്ടും കയ്യും അതൊക്കെ ഇടണം. പക്ഷെ നമ്മുടെ അമ്പലങ്ങളിൽ പോകുമ്പോൾ, നമ്മുടെ വീട്ടിൽ നമ്മൾ പുറത്തിറക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഭാരതീയ, നമ്മുടെ മലയാള വേഷം, നമ്മുടെ ഏത് സംസ്ഥാനത്ത് നമ്മൾ വരുന്നത് ആ ഒരു വേഷം ധരിക്കുക. That is a statement, that is a symbol. മറ്റുള്ളവർക്ക് കാണും, they will identify us and അവർക്ക് അത് ചോദനാവും. പലർക്കും ബോംബെയിൽ വേഷ്ടിയോ മുണ്ടോ ഒക്കെ നടക്കാൻ നാണിക്കേണ്ട കാര്യമില്ല. നല്ല അന്തസ്സുള്ളതല്ല. എല്ലാവരും നോക്കുന്നുണ്ട്, അവരും കണ്ടുപിടിക്കും, അവരും അത് ഫോളോ ചെയ്യും. മൂന്നാമത് ഭജനം. ഭജനം എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടില് കുറച്ചു നേരം സന്ധ്യാനാമമില്ല, കുട്ടികളെല്ലാവരും ചൊല്ലാം. നമ്മുടെ ചെറുപ്പത്തിലേക്ക് നമ്മുടെ തലമുറയൊക്കെ അത് ചൊല്ലി വന്നുകൊണ്ടാണ് നമുക്ക് ഈ അമ്പലത്തിൽ വരാനുള്ള ഓട്ടോമാറ്റിക്കലി പ്രചോദനമാകും. അല്ലെ, ഓഫീസിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ കുളിച്ച് അമ്പലത്തിൽ പോവാൻ സമയം കിട്ടാറില്ല. അപ്പൊ ആ പ്രചോദനം വരുന്ന നമ്മുടെ ബാല്യകാല സ്മരണകൾ കാരണമാണ്. ബോംബെയിലെ കുട്ടികൾക്ക് ആ ഒരു എക്സ്പീരിയൻഷ്യൽ ലിവിംഗ് ലേണിംഗ് കിട്ടുന്നില്ല. അതുകൊണ്ട് അവരുടെ വീട്ടിലിരുന്ന് പ്രതിദിനം ഒരു 15 മിനിറ്റ് സന്ധ്യാനാമം ചൊല്ലും. എന്നാണെങ്കിൽ വളരെ വിശേഷപ്പെട്ട ദിനം. കൊല്ലവർഷം 1200 ചിങ്ങമാസം 2-ാം തീയതി. എന്താണ് കൊല്ലവർഷം? നമ്മുടെ നാളുകൾ എന്താണ്? നമ്മുടെ മാസങ്ങൾ എന്താണ്? ഇതെല്ലാം നമ്മുടെ കുട്ടികളെ നമുക്ക് എഴുതി പഠിപ്പിക്കേണ്ട കടമ നമുക്ക്. ഫോർത്ത് വൺ ഇസ് ഭോജനം. അല്ലെ, അപ്പൊ നമ്മളെല്ലാവരും വീട്ടിൽ പറ്റാവുന്ന ഒരു സമയം ദിവസത്തിൽ ഒരിക്കലും, ചില കുട്ടികളുടെ അച്ഛനമ്മമാരൊക്കെ അവരുടെയൊക്കെ ടൂറിനൊക്കെ പോണ ജോലിയൊക്കെ പഠന കാലത്ത് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന ഭക്ഷണം കഴിക്കുക. ആ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ അങ്ങോട്ട് സംസാരിക്കും. ആ ഇന്റർകോഴ്സ് ഇന്റലക്ച്വൽ ഇന്റർചേഞ്ച് ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പൻ. കുട്ടികൾ അവരുടെ സംസ്കാരം ആ കൾച്ചർ ബിൽഡിംഗ് ഹാപ്പൻ ഓൺ ദ ഈ മേശയിൽ ആ ഭോജന സമയത്ത് അവരെന്നെ പഠിക്കും. നേതൃത്വം കഴിക്കുന്ന സമയത്ത് കാലം കഴിഞ്ഞു എല്ലാവരും ടേബിളിൽ ഇരുന്നോട് കുഴപ്പമില്ല, പക്ഷെ ഒരുമിച്ച് ഭോജനം കഴിക്കുക. ദാറ്റ് ഇസ് പാർട്ട് ഓഫ് കൾച്ചർ ബിൽഡിംഗ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഇസ് ഭ്രമണം. ഭ്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ അമ്പലത്തിൽ പോകും, കുടുംബമായിട്ട്. അത് നമ്മുടെ വേഷം ധരിച്ചു അത് മറ്റുള്ളവർ കാണും, അതവർക്ക് പ്രചോദനമാവും. ഹോൾ സൈക്കിൾ. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതീയ സിവിലൈസേഷൻ ഇന്ന് ഏറ്റവും പുരാതനം. മറ്റ് ഗ്രീസ്, മെസോപ്പൊട്ടാമിയ അതൊക്കെ പൊട്ടി. പക്ഷേ ഭാരതം സിവിലൈസേഷൻ ബിക്കോസ് നമ്മുടെ പൂർവികർ, നമ്മുടെ ആൻസിസ്റ്റേഴ്സ് നമുക്ക് വേണ്ടി, നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി പലതും ത്യാഗം സഹിച്ചുകൊണ്ടാണ് അവർ പലതും ചെയ്തത്. നമ്മൾക്കും ചെറിയ രീതിയിൽ ഈ കുടുംബ പ്രബോധനത്തിന് 5 കാര്യങ്ങൾ ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ഭാഷ. എല്ലാവരും പറയും. സെക്കൻഡ് വൺ ഇസ് ഭൂഷണം, നമ്മുടെ വേഷഭൂഷണം. തേർഡ് വൺ ഇസ് ഭജനം. പറയൂ, കുട്ടികൾ പറയും ഭോജനം. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഇസ് ഭ്രമണം. ആഴ്ചയിൽ ഒരിക്കലും അമ്പലത്തിൽ പോവാം, ബാലതൂരത്തിൽ പോവാം, നമ്മുടെ പരിപാടിയിൽ പോവാം, ഓണം പരിപാടിയിലൊക്കെ പോവാം. സോ വി വിൽ നോ അബൌട്ട് ദ റിച്ച് ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ ഓഫ് അവർ ഓൺ സ്റ്റേറ്റ് ആൻഡ് അവർ ഓൺ കൺട്രി. ഈ 5 കാര്യങ്ങൾ ഇത്ര മാത്രമേ ഞാൻ പറയും. I just want to conclude by saying some small line which I heard from our ex-president APJ Abdul Kalam when he inaugurated the European Union Golden Jubilee program in Europe, in the European Parliament. So, where there is righteousness in the heart, where there is righteousness in the heart, there is beauty in character. When there is beauty in character, there is harmony in home. When there is harmony in the home, there is order in the nation. And when there is order in the nation, there is peace in the world.
അല്ലെ? നമ്മുടെ രാജ്യത്ത് ശാന്തിയും സമാധാനവും വന്നു കഴിഞ്ഞാൽ ഇന്ന് മൊത്തം വേൾഡ് ഈസ് ലുക്കിംഗ് അറ്റ് ഭാരത്. ജൂൺ 21 വിശ്വ യോഗ ദിനം. നമ്മുടെ പ്രധാനമന്ത്രി 2014-15 കാലങ്ങളിൽ UN പോയിട്ട് 136 രാജ്യങ്ങളാണ് യോഗാ ദിവസം ആചരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വേൾഡിനുള്ള എല്ലാം നമുക്ക് അടിച്ചു കൊടുക്കാനുള്ള ആ ഒരു ശക്തി ഭാരതത്തിനുണ്ട്. I just want to conclude with a small shloka from the Bhagavad Gita chapter 3 verse number 21. Yad acharati shrestha tattadevo jana devetaro jana sayat pramanam kurute loka tad anuvartade. അപ്പൊ വലിയ കട്ടിയൊന്നുമില്ല. ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാർ എന്ത് ആചരിക്കുന്നോ അതെല്ലാം മറ്റുള്ളവര് അത് അനുവർത്തിക്കും. അനുവർത്തിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോ ചെയ്യും. അപ്പൊ നമ്മുടെ കുട്ടികളെല്ലാം ഇവരെ കൊണ്ടുവന്ന എല്ലാ പേരൻസിനും മതി, എല്ലാ അച്ഛനമ്മമാർക്കും മതി. കാരണം അവരുടെ പ്രേരണ മൂലമാണ്. എനിക്കറിയാം അത്ര എളുപ്പമൊന്നുമല്ല നാരായണീയം 5 ലക്ഷമൊക്കെ പഠിച്ചിവിടെ കൊണ്ടുവരുന്നത്. അവരെ ഫോഴ്സ് ചെയ്ത് സമ്മർദ്ദം ചെയ്ത് പഠിപ്പിക്കുന്നത് അവരെ നമ്മൾ ശ്രേഷ്ഠ പൗരന്മാരാക്കണം, നാഗരികന്മാരാക്കണം. Because they are the future of this country and future of the world. Dhanyavadaha and all knowledge.